അന്തിമാന ചെമ്പടിയിൽ കണ്ണിറയെ ചെമ്പരത്തി ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്. കണ്ണെഴുതി കാതിലിട്ട് തുള്ളി മുല്ല മാലയിട്ട് അന്തിമാന ചെമ്പടിയിൽ കണ്ണിറയെ ചെമ്പരത്തി ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്. അന്തിമാന ചെമ്പടിയിൽ കണ്ണിറയെ ചെമ്പരത്തി ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്. നിലാവിൻ മുത്തു പൊഴിഞ്ഞതടി തന്തന്നാന തന്തന്ന തന്തന്നാന തന്തന്ന അന്തിമാന ചെമ്പടിയിൽ കണ്ണിറയെ ചെമ്പരത്തി ചെമ്പരത്തി പെൺകൊടിയ Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. Remain respectful and quiet while the program is going on. So ആദ്യമായി listen. കർത്താവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഭാഗ്യദിനത്തിന്റെ സന്തോഷം പങ്കിടാൻ കുടുംബാംഗങ്ങളോടൊത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയും ത്യാഗങ്ങളും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അമ്മയുടെ ഓർമ്മശക്തിക്കും ആരോഗ്യത്തിനും ഈ അവസരത്തിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു.
ഇനിയും അമ്മയ്ക്ക് നല്ല ആരോഗ്യവും ആയുസ്സും ഏകി സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതം ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയസ്സ് എന്ന് പറയുന്നത് ഒരല്പം ദീർഘ കാലഘട്ടമാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് 90 വയസ്സ് എത്തിക്കാനുള്ള നല്ല സൗഭാഗ്യം കിട്ടുന്നുള്ളൂ. അതിൽ ഒന്ന് ഞങ്ങളുടെ അമ്മയായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന നിങ്ങളെല്ലാവർക്കും ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, സ്വാഗതം പറയുന്നു. പിന്നെ എന്നാ കൂടുതൽ പറയാനൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു 90 കിലോ കനമുള്ള ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജെയിൻ, ഞങ്ങൾ ഇന്നത്തെ MCs. ആദ്യമായി നമ്മുടെ മമ്മി ഒരു പ്രസംഗം പറയാൻ പോവുക. സോ മമ്മി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, അമ്മ ഏതൊരു ഭാഷയ്ക്കും ഏതൊരു സംസ്കാരത്തിനും അനുയോജ്യമായ വാക്ക്. എത്ര ചെറിയ പ്രായത്തിനും നാവിനും വഴങ്ങുന്ന ശബ്ദം, ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെട്ട നാമം, ഏറ്റവും അധികം ത്യാഗം ആവശ്യപ്പെടുന്ന, പകരം വയ്ക്കാനാവാത്ത മഹനീയമായ സ്ഥാനം. അമ്മ ഞങ്ങൾ 7 മക്കളുടെ അമ്മ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അമ്മ മാതൃതുല്യാണ്. ഒരിക്കൽ കണ്ടുമുട്ടിയാൽ എന്നും ഓർമ്മ വയ്ക്കുന്ന അമ്മയുടെ ഓർമ്മയുടെ പ്രത്യേകതയും, പരിചയപ്പെട്ട ആളുടെ പേരും വീടും കുടുംബ പശ്ചാത്തലം സഹിതം മുഴുവൻ ഓർത്തിരിക്കുന്ന അമ്മയെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അത് പലരെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർത്ഥ്യത്തോടെ മാത്രമേ അമ്മയുടെ ജീവിതം കാണാൻ കഴിയൂ. 63 വർഷത്തെ ദാമ്പത്യ ജീവിതം, 7 കുദാശകൾ പോലെ 7 മക്കൾ, 2 പേർ സന്യാസിനികൾ, 13 കൊച്ചുമക്കൾ, 2 ചെറിയ കൊച്ചുമക്കൾ. എല്ലാ മക്കളുടെയും അനുഗ്രഹീതമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. ദൈവം കനിഞ്ഞു നൽകിയ ആരോഗ്യത്തിനും ആയുസ്സിനും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ആയുരാരോഗ്യങ്ങൾ അമ്മയ്ക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മയ്ക്ക് പിറന്നാൾ മംഗളങ്ങൾ നേരുന്നു. ഹലോ ഹലോ, ജോയ് ആലുക്കാസ് റേഡിയോ. ഇതാരാണ് സംസാരിക്കുന്നത്? ഇത് ഷിക്കാഗോ എന്ന ജെയിന. ഓഹോ, ജെയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ +2 പഠിക്കുവാണ്. ഞാനൊരു പാട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് വേണ്ടത്? ഒരു പ്രാർത്ഥന ഗാനമാ. ഒന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പാട്ടാ. യേശുദാസിന്റെ? അല്ലല്ല, ജോയിന്റെയും ജെയിൻ്റെതാ. നമുക്ക് കേൾക്കാം. Give it up for Joe and Jay. വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നേരി തുറയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നീരി തുറയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരം എൻ്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതി
വിളിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മീറി തുറയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. ശക്തി പകരം എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്ന് കരഞ്ഞാലോ മനുഷ്യൻ മീറി തുറയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. Okay, അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ജോയ് അച്ഛൻ ഇവിടെ വന്ന് കുറച്ച് വാക്കുകൾ പറയാമോ? വാക്കുകൾ പറയാൻ എൻ്റെ കയ്യിലില്ല. അമ്മച്ചിയെ ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷം. ഈ 90 വർഷം ഇനിയും 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനായിട്ട് അമ്മച്ചിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് ഇന്നേ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ്. ഇങ്ങനെ ഇത്രയും നാള് ഞങ്ങളോടൊപ്പം ഞങ്ങളെ നയിച്ച് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഞങ്ങളെ എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഉള്ള സന്നദ്ധത ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഓരോ അമ്മയും നമുക്ക് തന്നിട്ടുള്ള സേവനം അല്ലെങ്കിൽ സ്നേഹം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതായ സിദ്ധികൾ, ഓരോ അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് മാനുഷികമായ വാക്കുകളെ കൊണ്ടോ മാനുഷികമായ ഒരു രീതിയിലോ തിരിച്ചു നൽകാൻ നമ്മളൊക്കെ വളരെ അപ്രാപ്യരാണ്. നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഓരോ അമ്മയും നമുക്ക് തന്നിട്ടുള്ളത് അതിനും വർഷങ്ങൾ കൂടുന്തോറും ഓരോ അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടിക്കൂടിയേയിരിക്കും. ഓരോ വർഷം കൂടുന്തോറും അനുഗ്രഹങ്ങളും നമ്മൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ഒരു സെയിം ടോക്കണിൽ ഒരേ നാണയത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിരിക്കും. അപ്പോൾ ഓരോ അമ്മമാരെയും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 90 വയസ്സിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ദേവാലയത്തിൽ വന്ന് ഈ കുർബാന വഴി ഒരു താങ്ക്സ് ഗിവിങ് മാസ് കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ആ കൃതജ്ഞതാ ബലി അർപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ നന്ദി പ്രകടനമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ട് ഓഫ് ലവ് ആൻഡ് ആക്ട് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ പ്രകടനമാണ് നമ്മൾ കാഴ്ചവെച്ചത്. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുന്നതാണ് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് ഇനിയും 1000 പൂർണ്ണചന്ദ്രൻ കാണാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു 2 വരി പാട്ട് പാടി അവസാനിപ്പിക്കാം. അമ്മയ്ക്കായിരം പൂവുകൾ നൽകി ഈ ദിനത്തിൻ മംഗളം നേരാ. അമ്മയ്ക്കായിരം പൂവുകൾ നൽകി ഈ ദിനത്തിൻ മംഗളം നേരാ. നിൻ സവിധേ നിൽക്കുന്നു മക്കൾ പാണികൾ കൂപ്പി അനുഗ്രഹമേകൂ. ഞാൻ എന്നോട് കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പത ഉണ്ടാക്കുന്ന പൂവ് ഏത്? പത ഉണ്ടാക്കുന്ന പൂവ് ഏത്? ചെമ്പരത്തി പൂവാണോ? ചെമ്പരത്തി പൂവല്ല. റോസാപ്പൂവാണോ? റോസാപ്പൂവല്ല. പിന്നെ ഏത് പൂവാ? ഷാംപൂ.
So Jassy. For those of you who don't know me, my name is Jasmine Matapara, also known as Jassy, Jassy Chechi, Jassy Kudi, depending on your age. I'm the eldest granddaughter and bearer of Amma's third great grandchild. My brother Jomi was not able to make it today, but he sends his love and wishes. I remember when I was in elementary school and asked about grandparents, I used to say that I had 2 grandmothers, 2 grandfathers, 1 great-grandmother, and 1 great-grandfather. Most people were very impressed by this, and I felt pretty lucky to have so many people in my life as part of that older generation. Now to be able to be here today celebrating 90 years is something I find pretty incredible. To have seen multiple generations of your family before you, as well as many generations come after you, to have lived through different wars, prime ministers, presidents, social and cultural revolutions, and seen advances in technology going from radio to black and white television to today's nonstop viewing of Asianet. And now it almost makes you feel a little bit nostalgic. Now there was consideration in presenting this speech in Malayalam for Amma's sake, but I decided it was better to have the majority of the audience understand my coherent English with the translator for Amma than to have nobody understand my limited Malayalam. Now, Amma should know a little bit of English. After all, as kids, my brother and I did teach her the basics to help her get through the eye exam at the optometrist. And though English might not be Amma's strongest skill, anyone close to you, close to her, will tell you that she's got a very, very sharp mind, even at 90. I can only hope to have that kind of mental acuity as I age. When I was little, I used to keep a list of every family member's birthday and update it with every marriage and every new cousin. All the aunties and uncles used to compare me to Amma because I used to memorize all these birthdays and anniversaries. But Amma never needed a list. Now if I were to ask everyone in the audience to turn to your neighbor and ask yourself, when is that person's birthday? Maybe 70% of you would be able to answer that question. But guess what? Amma knows. Now if I were to ask you to ask, when is that person's mother's, cousin's, neighbor back in Kerala's birthday? You would probably have no idea. But guess what? Amma knows. Amma's memory has always been amazing. And during the course of her 90 years on this earth, she has been able to be part of so many of our own memories. And we are all grateful that we can celebrate those with her today. So happy birthday, Amma. May you and everyone in this room continue to be blessed with a healthy mind and spirit. We love you. मेरे ख्याल में हर पल तेरे ख्वाहिशों में
വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എൽസേന്റിനെ ക്ഷമിക്കാം. എൽസേന്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്, നമുക്കത് ആസ്വദിച്ച് കേൾക്കാം. ആയിരത്തിലേറെ പൂർണ്ണചന്ദ്രന്മാരെ ദർശിപ്പാനായി അപൂർവ ഭാഗ്യം കനിഞ്ഞു നിയതി തന്നാൽ. ജൂലൈ 16 ദിനം 22 ആണ്ട് തങ്കലിപികളിലങ്ങ് അലഹിതമായി പ്രകൃതി തൻ്റെ മണിയും ഗ്രാമനിഷ്കളങ്കതയും കൈകോർത്തുല്ലസിക്കും മൂവാറ്റുപുഴയുടെ മടിത്തട്ടിൽ വിരാജിക്കും മാറാടി ഗ്രാമത്തിലെ മുക്കാലു വീട്ടിൽ അന്നൊരാഘോഷമായി. നനുത്ത മഴയിൽ കുതിർന്നി സന്തോഷത്താലേ എന്ന് കരകവിഞ്ഞൊഴുകിയ പുഴയുമപ്പോൾ സ്വർലോക സമാനരാഗം സക്കറിയ എലീശുവ ദമ്പതികൾക്ക് കാണാൻ കൊതിച്ചിരുന്നപ്പോൾ സീമന്തതനയായി വന്നണഞ്ഞു അന്നമ്മയായി പൂജാതയായി അശ്വതി നക്ഷത്രത്തിലെന്ന് അനുചര സാധാരണം ബുദ്ധി വൈഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതയായ അമ്മ വിളങ്ങിടുന്നു. കടിഞ്ഞുൾ പൊട്ടൻ എന്നൊരപ്പഴഞ്ചൊല്ലിനെന്നും ഇന്നും അപവാദമായിട്ടമ്മ പ്രശോഭിക്കുന്നു. മുക്കാലു വീട്ടിൻ്റെ മണിമുറ്റത്തും അകത്താളത്തും ചാഞ്ചാടി വിരാജിച്ച കൗമാരക്കാരിയെ മാംഗല്യം വന്ന് ശ്ലേഷിച്ചു യൗവനം വന്നുദിക്കും മുമ്പേ സാക്ഷാൽ മെതിപ്പറ കുഞ്ഞിപ്പാകം ജോസഫുമായി വാമഭാഗമാക്കിയെന്ന സുന്ദരനും സരസനും അതിലേറെ ദൈവഭയവും ഇണങ്ങിയ ജോസഫിനോടൊപ്പം മെതിപ്പറ കുടുംബത്തിൽ അമരത്തിങ്കലിരുത്തി ദൈവനിയോഗം. തനതയ കത്തോലിക്ക വിശ്വാസത്തിൻ വെളിച്ചത്തിൽ പഴമക്കാർ പറഞ്ഞിടും കല്യാണമെന്നാൽ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ തിരിച്ചങ്ങ് ശുദ്ധമാനമറിയം ചൊല്ലാനുള്ള സഖി. ആഴമയ ദൈവവിശ്വാസത്തിൽ നിന്നാർജവം കൊണ്ട് അപ്പനും അമ്മയും ചൊല്ലിത്തീർത്ത പ്രാർത്ഥന കൊന്ത നമസ്കാര സുഹൃത ജപങ്ങൾ തൻ ശക്തി അതിൽ പടുത്തുയർത്തിയതാണ് കുടുംബമേവം. ദൈവപരിപാലനയിൽ കടുത്തു വിശ്വസിച്ചങ്ങ് കുടുംബം ഒന്നേരി കൊച്ചു തൈത്തരുവിനെ ശാഖോപശാഖകളാകും കുഞ്ഞുമക്കളും മക്കളും കൊച്ചുമക്കളും അടങ്ങും ആൽമരമാക്കി പന്തലിച്ചതിൻ്റെ ശീതള ഛായയിലേവം ഉത്തമയ മുത്തച്ഛയായി വിളങ്ങിടുമമ്മ. സുഖദുഃഖ സമ്മിശ്രമം ജീവിതവാഹിനിയതിൽ തളരാതെ നവതിതൻ പടിവാതുക്കൽ ശ്രേഷ്ഠയായി വന്നെടുത്ത അമ്മയ്ക്ക് നീ ഞങ്ങൾ മക്കൾ നേർന്നിടുന്നു ജന്മദിന ഭാവുകങ്ങളാദരാൽ. ഓരോന്നിനെയും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എൽസാൻഡിക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ എന്തായിരിക്കും പിള്ളേരുടെ കഴിവ്? എമിലും അനിലും ജസ്നും
ഇനി ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ നിങ്ങളുടെ സുരേഷ് ഗോപി. നിങ്ങൾക്ക് ആകാം കോടീശ്വരർക്ക് സ്വാഗതം. ഒരു ചോദ്യം മതി ജീവിതം മാറി മറിയാൻ. നമ്മളുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് പരിചയപ്പെട്ടാം. ജസ് മെതിപ്പാറ. ഒന്ന് പരിചയപ്പെട്ടാവോ? ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ലെയിൻടെക് ഹൈസ്കൂളിൽ. എൻ്റെ അമ്മയുടെ 90ാമത്തെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇത് ഷോയിൽ വന്നു. അമ്മയ്ക്ക് നമസ്കാരം. ജസ് നിയമങ്ങൾ അറിയോ? അതറിയാം. ഓക്കെ, ലെറ്റ് us play. നിങ്ങൾക്ക് ആകാം കോടീശ്വരൻ. 10,000 രൂപയുടെ ചോദ്യം ഇതാ. അമ്മക്ക് എത്ര വയസ്സാ? ഓപ്ഷൻസ് തരട്ടെ? തറ. തന്നോ? എ 9, ബി 90, സി 900, ഡി 20. അത് ഓപ്ഷൻ ബി ആണ്, 90. ഉറപ്പാണോ? അതെ. ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്യ. ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി 90. ഏത് വർഷമാണ് അമ്മ ജനിച്ചത് അറിയാവോ? അതറിയാം. അത് 1922. ഉറപ്പാണ്? 2003 അല്ലേ? അതല്ല, ഞാൻ ഉറപ്പാണ്. ഓക്കെ, ഓപ്ഷൻ ബി ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50,000 രൂപകളുടെ ചോദ്യം തരട്ടെ? ഇവിടെ തരാം. ഓക്കെ, അമ്മക്ക് എത്ര പേരക്കുട്ടികൾ ഉണ്ട്? ഓപ്ഷൻസ് ഇതാണ്. എ 13, ബി 15, സി 24, ഡി 7. അത് ഓപ്ഷൻ എ ആണ്, 13. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. ഓക്കെ, ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ. ഈ ഉത്തരം ശരിയാണോ? നോക്ക്. ടോമിക്ക് 3 ഉണ്ട്, മേരിക്ക് 3 ഉണ്ട്, ലിലിക്ക് 3 ഉണ്ട്, ജോയ്ക്ക് 2 ഉണ്ട്, ഈ ലെസിക്ക് 2 ഉണ്ട്. അത് മൊത്തം 13 ജസ്, എന്നാ നിന്റെ കണക്ക് കൂട്ടലും ഉത്തരം ശരിയാ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം പോകാം. 1,00,000 രൂപയുടെ ചോദ്യം. ആദ്യത്തെ സുരക്ഷാ താവളം. ജസ് റെഡിയാണോ? റെഡിയാണ്. നിന്റെ ചോദ്യം ഇതാ. അമ്മക്ക് ഇഷ്ടമില്ലാത്ത ആഹാരം ഏതാ? ഓപ്ഷൻസ് എ പാവയ്ക്ക, ബി ചെറിപ്പയർ, സി പിസ്സ, ഡി ചോക്ലേറ്റ്. മണിക്കുട്ടിയോടുമാണ് 15 സെക്കൻഡ് മാത്രം. ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ ചെയ്യാം. ഏത് ലൈഫ് ലൈൻ ആണ് വേണ്ടേ? ഞാൻ 50-50 ചെയ്യാവോ? ഓക്കെ ഗുരുജി, പ്ലീസ് ടേക്ക് അവേ 2 റോങ് ആൻസേഴ്സ്. ഇപ്പൊ പാവയ്ക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉത്തരം കിട്ടി. അത് ഓപ്ഷൻ ഡി ആണ്, ചോക്ലേറ്റ്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. ഓക്കെ ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി. എന്തിനായിരുന്നു ഇത്ര സംശയം? എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതുപോലെ ആർക്കും പാവയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ അമ്മ സാധാരണ പോലെ മനുഷ്യനല്ല, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ഡി എടുത്തു. ജസിന് പാവയ്ക്ക് ഇഷ്ടമാണ്? ഞാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. പക്ഷേ അമ്മക്ക് ഇഷ്ടമാണ്. ശരി ഉത്തരം ഡി, ചോക്ലേറ്റ്. ഓക്കെ, നമ്മൾ 5 ലക്ഷത്തിന്റെ ചോദ്യമാണ് അടുത്ത. ഈ ചോദ്യം ഒരു വീഡിയോ ക്ലിപ്പ് ബേസ്ഡാണ്. ചോദ്യം ഇതാ. ഈ വീഡിയോയിൽ അമ്മ എത്ര തവണ എമിലിന് ഈന്തപ്പഴം കൊടുക്കുന്നുണ്ട്? Guruji, please hold up. We have
Guruji, video clip, please. Play the entire thing. What do you do? It's sideways. Question. Okay, just video കണ്ടു. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ്, ഞാൻ ഓപ്ഷൻസ് തരാം. എ 1, ബി 2, സി 3, ഡി 4. അത് ഡി 4 യെസ്, മിടുക്കനാണല്ലോ, ശരി ഉത്തരമാ. $50 ലക്ഷം ചോദ്യം. ഇത് 5ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാ: അമ്മയുടെ ജനിച്ച സ്ഥലം ഏതാ? ഓപ്ഷൻസ് തരട്ടെ. ഇവിടെ ഓക്കെ, തന്നു. എ വാഴക്കളം, ബി ചെന്നൈ, സി മാസ്കോ, ഡി മാറാടി. ഓപ്ഷൻ എ അല്ല, എന്നറിയാം, അപ്പൻ്റെ വീടാണ് വാഴക്കുളത്ത്. സ്ഥലന്റെ പേര് മാ അക്ഷരമുണ്ട്, ഞാൻ അറിയാം. മാസ്കോ ആണോ? പക്ഷേ അമ്മയ്ക്ക് ഒരു റഷ്യന്റെ ഫേസ് കട്ടില്ല. ഓപ്ഷൻ ഡി മാറാടിയാണ്. പക്ഷെ ചെന്നൈ ആയല്ലോ. അല്ല, മാറാടി തന്നാണ്. ഉറപ്പാണോ? എടാ, ലോക്ക് ചെയ്യാം, മണിക്കുട്ടി ഓടുവാണ്. ഓക്കെ ഓക്കെ ഗുരുജി, ലോക്ക് ഓപ്ഷൻ ഡി. Jesse, I'm afraid to tell you that നിന്റെ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി മാറാടി. അവസാനത്തെ ചോദ്യം, 1 കോടി രൂപയുടെ ചോദ്യം വരുക. എന്ത് തോന്നുന്നു? ഇപ്പൊ കുറച്ച് പേടിയുണ്ട്. എന്നാ പേടിക്കുന്ന? ഒരു ഷോർട്ട് ബ്രേക്ക് വേണോ? വേണ്ട, ഇപ്പൊ കളിക്ക്. വേണ്ടേ? വേണ്ട. ഓക്കെ, പ്രേക്ഷകർക്ക് ക്ഷമിക്കുക. ഓക്കെ ഗുരുജി, ജസ്റ്റിസ് റെഡി. അവസാനത്തെ ചോദ്യം ഇതാ: ഏത് വർഷമാണ് അമ്മ അമേരിക്കയിൽ വന്നത്? ഓപ്ഷൻസ് തരട്ടെ. ഓക്കെ, എ 55, ബി 79, സി 90, ഡി 2010. എനിക്ക് അറിയാം തോന്നുന്നു, പക്ഷെ ഉറപ്പില്ല. എന്റെ ഫോൺ ഫ്രണ്ട് ചെയ്യാവോ? ആരാണ് വിളിക്കണ്ടേ? എന്റെ അപ്പ ടോമി മെതിപ്പാറ. ഓക്കെ ഗുരുജി, ടോമിയെ വിളിക്കുക. ഹലോ, ഇത് ടോമിയാണോ? അതെ, ഞാൻ നിങ്ങളുടെ സുരേഷ് ഗോപി. നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ വിളിക്കുവാണ്. നിങ്ങളുടെ മോനെ ആണ് ഹോട്ട് സീറ്റിൽ ഇരിക്കുവാണ്. 1 കോടി രൂപയുടെ ചോദ്യമാണ് മുന്നിൽ. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ സംസാരിക്കും. ഡാഡി, ഏത് വർഷമാണ് അമ്മ അമേരിക്കയിൽ വന്നത്? ഇടാ ജസേ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ള? നീ എന്താ പൊട്ടനാണോ? Where is your common sense, man?
1985 ജോയങ്ങളുടെ കൂടെ അമ്മ വന്നു എന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞതാ? ഓ അതാണ് ലോക്ക് ഓപ്ഷൻ എ. ഉറപ്പാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പാണ്. ഓക്കെ ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ. 1 കോടി കിട്ടാൽ ജസ്സിന്റെ പൈസ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എൻ്റെ മിടിക്ക് അമ്മയ്ക്ക് കൊടുക്കും. Oh, Jesse. She will be disappointed because she won't know what to do with all that money. ഉത്തരം ശരിയാണ്. 1 കോടി രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. Congratulations. അമ്മയുടെ 4 മക്കൾ ഇന്ന് ഒരു ചെറിയ പാട്ട് പാടാൻ പോവുകയാണ്. Joy Chachin, Mummy, Tommy Chachin, Miss Sandy, please come on stage. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാ ദൈവമല്ലേ അമ്മ. അമ്മേ അമ്മേ അമ്മേ, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? തികഞ്ഞ ഭാരവും പൂവായി കാണും, നിറഞ്ഞ കോവിലും നിവൃത്തി കൊള്ളും. കനിവിൽ കാഞ്ചന തട്ടിലൊരുക്കും, കനിവിൽ കാഞ്ചന തട്ടിലൊരുക്കും, കല്യാണിയാകം പാടിയുറക്കും. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? നമ്മുടെ ഇന്നത്തെ എംസിങ് ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം അടുത്ത സ്റ്റേജിൽ എത്താൻ. SMS അയക്കേണ്ട ഫോർമാറ്റ് ABB സ്പേസ് LAGIL LAKAYIL. Thank you. ഇനി അവസാനമായി വാഴക്കത്തുനിന്ന് ജോയങ്കൾ ഇവിടെ ഉണ്ട്. ജോയങ്കൾ ഇവിടെ ഒന്ന് കുറച്ച് വാക്കുകൾ പറയാമോ? എന്തെങ്കിലും പറയാമോ? ചോദിച്ചേട്ടനോളം എനിക്ക് തോന്നുന്ന അമ്മയും ഞങ്ങളുടെ കുടുംബത്തെയും പരിചയമുള്ള ആര്, മേ ബി എക്സെപ്ഷൻ മേ ബി ബാബു, വേറെ ആരും ഈ സദസ്സിലില്ല. ചോദിച്ചേട്ടൻ ഒരു വാക്ക് പറയുക എന്നുള്ളത് ഒരു ഉചിതമാണ്. ഞാൻ 1-2 പറഞ്ഞേക്കാം. അമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും ഞങ്ങൾ ഒരിടവകയും അയൽവക്കംകാരുമാണ്. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ എൻ്റെ അമ്മയും അമ്മച്ചിയും 1-1.5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഈ സംസാരിക്കാതെ പോകത്തില്ല ക്ലോര കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഞങ്ങൾ പരിചയമുണ്ട്. പ്രത്യേകിച്ച് ടോമിയെയും ജോയിയെയും വളരെ പരിചയമുള്ളതാണ്. അതുപോലെ അമ്മച്ചിയുടെ ചേട്ടനെയും വളരെ പരിചയമുള്ള, അടുത്ത് എന്നും തന്നെ കാണുന്നതാണ്. അമ്മച്ചിയെപ്പോലെ ഒരു നല്ലൊരു അമ്മച്ചി എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. എൻ്റെ അമ്മ അതുപോലെ കേട്ടോ. അതുകൊണ്ട് അമ്മച്ചിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി വളരെയധികം നാൾ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുവാണ്. ലാസ്റ്റ് പിള്ളേരുടെ ഒരു സ്ലൈഡ് ഷോ ഉണ്ട്. അത് ദേ ക്യാൻ ഡു ഇറ്റ് വെൻ വി ഈറ്റ്. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ജന്മദിന ആശംസകൾ നേരുന്നു. ഈ ചടങ്ങിൽ ഇവിടെ വരാൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിലുള്ള അമ്മയുടെ മക്കൾ, വല്യാച്ചി, കൊച്ചേച്ചി,
ലില്ലി ചേച്ചി, പിന്നെ കുട്ടികൾ, അങ്ങനെ പലരുമുണ്ട്. എല്ലാവരുടെയും പേരിൽ ഞാൻ അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം എൽസയുടെ അമ്മ ഹോസ്പിറ്റലിലാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആദ്യം പറഞ്ഞത് അമ്മയ്ക്ക് ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ചാച്ചിയുടെ പേരിലും ബെന്നിയുടെ പേരിലും ഒക്കെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊള്ളുന്നു. നമ്മുടെ കുർബാന ഭംഗിയാക്കിയതല്ല, കുർബാന ചെല്ലിയ ജോയി അച്ഛനും മാണി അച്ഛനും ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ കുർബാന ഭംഗിയാക്കാൻ സഹായിച്ച പലരും ഇവിടെയുണ്ട്. ജോർജ് ഊട്ടി തെങ്ങുമൂട്ടിൽ, സൂസൻ ആൻഡ് കുഞ്ഞുമോൻ ഇല്ലിക്കൽ, ശാന്തിയുടെ ഹസ്ബൻഡ് ജേസനുണ്ട് ഇവിടെ, അവിടെ ഫാദർ ഇവിടെ ഉണ്ട്, ചെറിയാച്ചൻ, ജോൺ വർഗീസ്, നമ്മുടെ ജോസ് പൗത്തിൽ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ ജാക്കിപ്പേട്ടൻ ഒരു തമാശ ഒന്നും പറഞ്ഞില്ല. സാധാരണ പുള്ളി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്ന സാഹചര്യവും സൗകര്യവും ഇതിന് പറ്റാത്തതുകൊണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ജാക്കിപ്പേട്ടന് ഇടയ്ക്ക് രണ്ടെണ്ണം വിടാം. പിള്ളേരൊക്കെ ഒന്ന് ചിരിക്കട്ടെ. ജാക്കിപ്പേട്ടന് വീഡിയോഗ്രാഫർ എല്ലാവർക്കും ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക്സ്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം ഒരു ചുക്കാൻ പിടിച്ചതും മെയിൻലി ടു കിഡ്സ്, ആൻ ആൻഡ് ജെയിൻ. എന്ത് ചെയ്യാം അവർ? ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ബോത്ത് ഫോർ കോർഡിനേറ്റിംഗ് എവറിഥിങ്. എല്ലാ കുട്ടികളും സഹകരിച്ചിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ എല്ലാം ഇന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരുമാണ്. സോ താങ്ക്സ് ടു ഓൾ അമ്മാസ് ഗ്രാൻഡ് കിഡ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ഫംഗ്ഷൻ. ഇറ്റ്സ് ഓൾ ഒരു പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ ഇവർ പിള്ളേർ ചെയ്തത് എന്തൊക്കെ ചെയ്തതെന്ന് തന്നെ നമുക്കറിയില്ല. എനിക്കൊരു പാർട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂടെ ജയിച്ചതാണ്. സോ താങ്ക് യു ഓൾ ദ കിഡ്സ്. പിന്നെ മെയിനായിട്ടൊരു താങ്ക്സ് പറയാനുള്ള നമ്മുടെ എവിടെയാണ് ജാസിക്കുട്ടി. she bears Amma's name. Another thing, they have a little extra connection, and just like what she mentioned here, ജാസിക്കാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഏറ്റവും ഈ അമ്മയുടെ ബുദ്ധിയല്ല, ഈ ഓർമ്മശക്തി കിട്ടിയാക്കണേ. വേറെ ആർക്കും ഇല്ല. അമ്മയ്ക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ബർത്ത്ഡേ, അവരെ കല്യാണം കഴിച്ച എവിടെയാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, എവറിത്തിങ് ഷീ നോസ്. അതിൻ്റെ ഒരു ഇന്നവർ ഡിറ്റോ എന്ന് പറയല്ല, അതുപോലെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ജാസിക്കാണ്. ജാസിക്ക് ഞാൻ മറന്നുപോയാൽ എൻ്റെ പിള്ളേരുടെ എവറിത്തിങ് ഷീ നോസ്. സോ ഷീ കെയിം ഡൗൺ ഫോർ ദിസ് ഇവൻറ്റ്, കെയിം ടു ഷിക്കാഗോ ദിസ് മോർണിംഗ്. ഷീ ഈസ് പ്രഗ്നൻറ്റ്, ഷീ ഈസ് ഡ്യൂ വെരി സൂൺ. വളരെ ബുദ്ധിമുട്ട് കഴിച്ച് വന്നതാണ്. താങ്ക് യു ജാസി. പിന്നെ ഇതിനകത്ത് ഒരു സങ്കടമുള്ളത്, ഒരു ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ഇവിടെ എല്ലാ കാര്യത്തിനും അമ്മയുടെ വന്നു മുതൽ എല്ലാം കൈകാര്യം ചെയ്ത ചേച്ചിയായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ജാസിയുടെ അമ്മ, ചേട്ടൻ്റെ വൈഫ്. പുള്ളിക്കാരി ഒരു സർജറി കഴിഞ്ഞ് വീട്ടിൽ ഷീ സ്റ്റേയിങ്. ഹോപ്പ് ഷീ റിക്കവേഴ്സ് സൂൺ. അപ്പോൾ ചേച്ചിക്ക് മാത്രം വരാൻ പറ്റിയില്ല. ചേച്ചിയായിരുന്നു ഞങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് കോഹീസീവ് ഫോഴ്സ് ടു get things done in our family. So that's I want to mention that. പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും എല്ലാവരുടെയും പേരിൽ അമ്മയ്ക്ക് ഓണവില്ലിൻ തമ്പുരുമീട്ടി
నిసస నిసస సగరిగ సరి నిస పని మప గరిస నిరిస തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട് ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട് എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട് పమ గ పమ గరిస ని పద పద స నిస నిసరి